എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ രണ്ടാമത്തേത്, ആരോടും കൂറില്ലാത്ത, ആവശ്യത്തിന് വേണ്ടതിൻ്റെ 4 ഇരട്ടി എണ്ണം ഉദ്യോഗസ്ഥരും അവരുടെ പെൻഷൻകാരും. ഇവരെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകാത്തത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു തൊഴിലാളിയുടെ ജോലി സമയം, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സാധാരണ തൊഴിലാളിയുടെ ജോലി സമയം ഓവർ ടൈം ഒഴിച്ച് 8 മണിക്കൂറാണ്. മിക്ക മേഖലയിലും തൊഴിലാളികൾ ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്. വീട്ടമ്മമാരാണെങ്കിൽ ശമ്പളമില്ലാത്ത ജോലി 12 മുതൽ 15 മണിക്കൂർ വരെയാണ് എടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ മിക്കവരുടെയും ജോലി സമയം 3 മുതൽ 4 വരെ മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം. അതും ഉൽപ്പാദനക്ഷമതയില്ലാതെ, ഔട്ട്പുട്ട് ഇല്ലാത്ത, ടാർജറ്റ് ഇല്ലാത്ത, വാങ്ങുന്ന കൂലിയോട് ഒരു നീതിയും പുലർത്താത്ത പണിയെടുക്കലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നു, പണിയെടുക്കുന്നു, പോകുന്നു, കാലുമേലാത്ത നടന്നു പോകുന്ന പോലെ ചെല്ലുമ്പം ചെല്ലട്ടെ, ചെല്ലുമ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞ പോലെ എപ്പോഴേലും ചെന്നാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പലര് കൂടിയാൽ പാമ്പ് ചാകുകയില്ല. ഒരു വടിയും ഒരു പാമ്പും ആർജവമുള്ള ഒരാളുമാണെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ധൈര്യമൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എത്ര പത്തി വിടർത്തി നിന്ന് ചീറ്റുന്ന പാമ്പാണേലും അതിനെ തല്ലിക്കൊല്ലും അയാൾ. എന്നാൽ ഒരു 15 പേര് കൂടിയാൽ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഒരിക്കലും തല്ലിക്കൊല്ലാൻ പറ്റില്ല. ചിലപ്പോൾ 2 പേർക്കിട്ട് കടിയും കിട്ടും. ഇതുപോലെയാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ കാര്യം. ആവശ്യത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു കാര്യവും സമയത്ത് നടക്കേണ്ട കാര്യമില്ല. ഇതൊരു പ്രധാന വിഷയമാണ്. അതുപോലെ ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവരും. അതിന് ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നടത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതി പിടിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കർഷകന് നിരുപാധിക പെൻഷൻ കൊടുക്കാൻ, കർഷകന് നിരുപാധിക പട്ടയം കൊടുക്കാൻ രാഷ്ട്രീയ തീരുമാനം. അപ്പോൾ ചട്ടങ്ങൾ തയ്യാറാക്കാൻ ഈ സാറന്മാരെ ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥകൾ നിങ്ങൾ കേട്ടോണം. വ്യവസ്ഥകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരാൾക്ക് പട്ടയം കൊടുക്കാനാണ്. ഈ പട്ടയം ആവശ്യമുള്ളവൻ പട്ടയം ലഭിക്കാൻ യോഗ്യനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഒന്നാമത്തേത്. 2, ഇയാൾ ഇത്ര വർഷമായി ഈ ഭൂമിയിൽ താമസിക്കുന്ന ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. 3, ഈ ഭൂമി ഫോറസ്റ്റ് ഭൂമി അല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ്. 4, ഈ വസ്തുവിൻ്റെ താലൂക്ക് സർവേയർ തയ്യാറാക്കിയ പ്ലാൻ തഹസീൽദാർ ഒപ്പിട്ടത്. 5, ഇയാൾക്ക് ഇന്ത്യയിൽ വേറെ വസ്തു ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ്. 6, ഇയാൾക്ക് വർക്കിച്ചൻ എന്നും വർഗീസ് എന്നും 2 പേരുണ്ടെങ്കിൽ 2 പേരും ഒരാളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. 7, കൈവശമുള്ള ഭൂമി ആദിവാസികളുടേതല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. 8, റെയിൽവേ, ഹൈവേ നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത വസ്തുവാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. വേണ്ടി വന്നാൽ ഇയാളുടെ പൂർവികർ മലയാളികളാണെന്ന് തെളിയിക്കുന്ന മറ്റിടത്തെ സർട്ടിഫിക്കറ്റ്. അടുത്തത് 10ാമത്തേത്, ഇയാൾ മലയാളിയാണെന്ന് തെളിയിക്കുന്ന അമ്മയുടെ നായരുടെ സർട്ടിഫിക്കറ്റ്. എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തീർന്നില്ല. ഇയാളുടെ ജീവിതത്തിലെ 5 വർഷം പോയി തീരും. സർക്കാർ പറഞ്ഞു നിരുപാധിക പട്ടയം കർഷകന് 5 വർഷം ഇതിൻ്റെ പുറകെ നടന്നാൽ കിട്ടുകയില്ല. കാരണം സാറുമാർ നടത്തുകയില്ല. അവർ നോക്കുമ്പം മണ്ട തൊട്ട് താഴെ വരെ ഉള്ളവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടാതെ അവരിത് കൊടുക്കുകയില്ല. എന്നാൽ ഒരു പട്ടയം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫീസ് ഉണ്ടാക്കിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ മാസം 15 പേർക്ക്, അതായത് 30 ദിവസം കൊണ്ട് 15 പേർക്കെങ്കിലും പട്ടയം കൊടുത്താലേ അയാൾക്ക് ശമ്പളം കൊടുക്കൂ എന്ന് ടാർഗറ്റ് ഏർപ്പെടുത്തിയാൽ കൃത്യമായി പണി നടക്കും. പക്ഷേ അതൊന്നും ചെയ്യല. ചെയ്താൽ ചെയ്തു, 4-5 വർഷം അവൻ നടക്കട്ടെ. നമുക്കെന്നാ പ്രശ്നം? നമുക്ക് നടക്കും തോറും നമുക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുക. ഇങ്ങനെ കുഴ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ. ഇനി എന്ത് ചെയ്താലും സംരക്ഷണം നൽകാൻ ഉദ്യോഗസ്ഥ സംഘടനകളും ഉണ്ട്. ഇവന്മാർ എന്ത് വൃത്തിയോട് കാണിച്ചാലും അവന്മാർ കൂട്ടത്ത് നിൽക്കും. അതിനപ്പുറത്തോട്ട് പോയാലോ, ഉദ്യോഗസ്ഥ സംഘടനകൾക്ക് നിയന്ത്രണമുള്ള വിജിലൻസ് സംവിധാനങ്ങൾ. മനുഷ്യന് വല്ലതും ചെയ്യാൻ പറ്റുമോ? വിജിലൻസിനെ അറിയിച്ചാൽ തന്നെ വിജിലൻസ് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടേ വരുള്ളൂ. 90% കേസുകളിലും ഒരു 100 കേസ് അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടാണ് ഒരെണ്ണം വന്ന് പിടിക്കുന്നത്. പിടിച്ചാൽ പോലും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കട്ടെ, ഈ വിജിലൻസ് പിടിക്കുന്ന അഴിമതി കേസുകളിൽ എത്ര എണ്ണം ശിക്ഷിക്കപ്പെടുന്നുണ്ട്? ശിക്ഷിക്കപ്പെടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടുത്തത്, സമയക്ലിപ്തത പാലിക്കുവാനുള്ള സംവിധാനം സർക്കാർ ഓഫീസുകളിൽ ഒന്നുമില്ല. ഓരോ പൗരനും
തുല്യനീതിയും ഓരോ പൗരൻ്റെ സമയത്തിനും വിലയുണ്ടെന്നുമുള്ള സാമാന്യ മര്യാദയൊന്നും പാലിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അടുത്തത്, ഉദ്യോഗസ്ഥന്മാർക്ക് സാങ്കേതിക വിദ്യയിൽ, ഈ ആധുനിക സാങ്കേതിക വിദ്യയിൽ അവർക്ക് പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ വില്ലേജിലോ താലൂക്കിലോ അതുപോലുള്ള ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പം ഈ പ്രായമായവർക്കൊന്നും ആധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേല. അവിടെ ഞെക്കി ഇവിടെ ഞെക്കി ചെന്ന് നിൽക്കുന്ന പിള്ളേർക്ക് നല്ലപോലെ പണി അറിയാവുന്ന പിള്ളേർക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കീറുടെ വെച്ച് കൊടുക്കാനുള്ള ദേഷ്യം വരും. താൻ എന്നാ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് ഉപദ്രവിക്കും. എന്നാൽ ഇങ്ങോട്ട് മാറി ഇനി ഞങ്ങളിത് ഉണ്ടാക്കിക്കോളാം എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയട്ടെ, കേരളത്തിൽ ഒരു കാലത്ത് ഇവിടുത്തെ തലമുറ പറയും ഇത് ഞങ്ങൾക്കറിയാവുന്ന പണിയാണ്, ഇറങ്ങി മാറിയിടോ എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടാവും. നിങ്ങളിത് ഉദ്ദേശിച്ചിരുന്നു. ഒത്തിരി താമസിക്കുകയല്ല, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഓഫീസിലെ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ അറിയാൻ മേലാത്തവരിരുന്ന് ചൊറിയുന്നത് ഒത്തിരി കാലം മുന്നോട്ട് പോവുകയില്ല. അടുത്തത്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് എതിർക്കുന്നവരെ ഉപദ്രവിക്കാനുള്ള അധികാരം ഇവർക്കുണ്ടെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പരിഹാരങ്ങൾ എന്താണെന്ന് പറയാം. ആധുനിക സാങ്കേതിക വിദ്യയും അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുമായ ഒരു പുതുതലമുറ ആളുകളെ ഉപയോഗിച്ച് ജനസംഖ്യയുടെ 0.5%, 0.50%, അതായത് 1,80,000 ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറയ്ക്കണം. ഒന്നാമത്തെ പരിഹാരം അതാണ്. ഈ 8.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഈ കൊച്ചു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പണ്ടുകാലത്ത് ഈ കുഞ്ഞു ഫോണുണ്ടല്ലോ, കീപാഡുള്ള ഫോൺ, അത് വലിച്ചെറിഞ്ഞ് ആൻഡ്രോയിഡ്, ആപ്പിൾ ടച്ച് ഫോൺ വാങ്ങി ഈസി ആയിട്ട് ഉപയോഗിക്കുന്നത് പോലെ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ VRS കൊടുത്ത് വലിച്ചെറിയണം. എന്നിട്ട് പുതുതിനെ നിയമിച്ചിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കണം. ഈ ഗവൺമെൻറ് കണ്ടം ചെയ്ത പഴംവണ്ടി ഓടിക്കുന്നില്ലല്ലോ, 15 വർഷം കഴിയുമ്പോൾ അതെടുത്ത് ദൂരെ കളയുക, ലേലം ചെയ്യും. എന്നാൽ അത് വണ്ടിയുടെ കാര്യത്തിൽ മാത്രമാകാതെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും കൂടി അങ്ങനെ ആയെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് വളർച്ചയുണ്ടാവൂ. വളർച്ചയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യം ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.